ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മറ്റൊരു അൺബോക്സിങ്ങുമായാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടത് ശരിയാണ്, നത്തിങ്ങിൻ്റെ 4A Pro ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ ഫോണിൻ്റെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരേ ഷർട്ടും ഒരേ കളറും, പിങ്ക്. ഞാനിത് ദുബായിലെ ജംബോയിൽ നിന്നുമാണ് മേടിച്ചത്. 1499 ദിറത്തിന് 256 GB. ഈ ഫോൺ എടുക്കുന്നവർ ദൈവത്തിനെ ഓർത്ത് ഒരിക്കലും ആ 120 GB എടുക്കരുത്. നമ്മളെല്ലാവരും വാട്സാപ്പ് യൂസ് ചെയ്യുന്നവരാണ്, നമ്മളെല്ലാവരും ഒരുപാട് ആപ്സ് യൂസ് ചെയ്യുന്നവരാണ്, ഒരുപാട് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരാറുണ്ട്, നമ്മൾ വീഡിയോ എടുക്കാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. അതൊന്നും 120 GB നടക്കാത്ത കേസാണ്. സോ പ്ലീസ് ബൈ ദ 256 GB വേരിയൻറ്റ്. ഇന്ത്യയിലാണെങ്കിൽ 35,000 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് 256 GB. നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ IT നെറ്റ്, ഓക്സിജൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഓഫ്ലൈനിൽ നിങ്ങൾക്ക് മേടിക്കാം. ഓൺലൈനിൽ ഫ്ലിപ്കാർട്ട് വഴി മേടിക്കാം. അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നത്തിങ്ങിൻ്റെ ഷോറൂം ഉണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് യൂസ് ചെയ്ത് മേടിക്കാം. IT നെറ്റിലും എക്സ്പീരിയൻസ് ഇതുണ്ട്. അതായത് നിങ്ങൾക്ക് ഞൊണ്ടി ഫോട്ടോയൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കൺവിൻസ് ആയാൽ മാത്രം മേടിച്ചാൽ മതി. ഇതിൽ എനിക്ക് എക്സ്ട്രാ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വാട്സാപ്പ്, സ്നാപ്ചാറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇൻ ക്യാമറ ഭയങ്കര ശോകമാണ്. അതെന്ത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നത്തിങ് ഇപ്പോഴും ഈ എല്ലാവർക്കും കൊടുക്കണ അപ്ഡേറ്റ്സ് ഉണ്ട്, ഈ ഡെവലപ്പേഴ്സ്. ആ അപ്ഡേറ്റ് തന്നെയാണ് ഇതിലും വരുന്നത്. സത്യം പറഞ്ഞാൽ നത്തിങ്ങിന് അത് പുൾ ഓഫ് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷേ മറ്റേ ദുട്ടില്ലാത്തതുകൊണ്ടാണ് അതില്ലാത്തത്. അതായത് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞ് നമുക്ക് വേണ്ടി, നത്തിങ്ങിന് വേണ്ടി സ്നാപ്ചാറ്റിൻ്റെയും വാട്സാപ്പിൻ്റെയൊക്കെ ക്യാമറയൊക്കെ ട്വീക്ക് ചെയ്തെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കണം. പക്ഷേ അതിന് കാശ് വേണം. അതുകൊണ്ടാണ് സാംസങ്, ആപ്പിള്, അതേപോലെ വേറെ 2-3 ബ്രാൻഡും ഉണ്ട്. അവർ ഈ പറയുന്ന ബ്രാൻഡ്സൊക്കെ ആയിട്ട് അത്യാവശ്യം കൊളാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ പറയുന്ന എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കി. അതായത് നമ്മുടെ നോർമൽ ക്യാമറയുടെ ക്വാളിറ്റിയിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ക്യാമറയിൽ എടുക്കാം. അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ക്യാമറ വെച്ച് റീൽ എടുക്കുന്നവർക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. ഇതിൽ അതല്ല, ഇതിൽ പോരാ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ക്യാമറയോ വാട്സാപ്പിൻ്റെ ക്യാമറയൊക്കെ യൂസ് ചെയ്യുമ്പം ഏതോ ഒരു വിദൂര ജീവി വന്നിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നത്തിങ് ഡെവലപ്പേഴ്സുമായിട്ട് സംസാരിച്ചത് സോർട്ട് ഔട്ട് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അവർ കുറച്ച് മറ്റേ പൈസ ഇങ്ങനെ ഉണ്ടാക്കി വരുന്നൊരു ബ്രാൻഡാണ്. ഇതിനായിട്ടും ബ്രേക്ക് ഈവൻ ആയില്ലെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. എനിക്കറിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സൊക്കെ വന്നപ്പോഴാണ് അവർ എന്തൊക്കെയൊക്കെയോ മാറി എന്നൊക്കെ പറയുന്നത്. എന്താ പറഞ്ഞാൽ പോലും ഞാനിപ്പോൾ ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് ചെയ്യുന്നൊരു ഫോണ് നത്തിങ് ആണ്. നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും, ഞാൻ വളരെ ഹാപ്പിയാണ്. നല്ലതാണ് ഇതിൻ്റെ. എനിക്ക് അങ്ങനെ വലിയ ബഗ്ഗോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഞാൻ പിന്നെ ഒരു ഗെയിം കളിക്കുന്നത്, ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ഗാർഡൻസ്കേപ്പാണ്. ദാറ്റ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഗെയിം. മണിക്കൂറുകൾക്ക് ഞാൻ ഗാർഡൻസ്കേപ്പാണ് ഇതിൽ കളിക്കണം. പിന്നെ ബാറ്ററി ലൈഫിനെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം ഒരു 1 day ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടുന്നുണ്ട്, ഡീസൻ്റ് ആയിട്ട്. നമ്മൾ ഹെവി ഗെയിമറും ഹെവി യൂസേജും ആണെങ്കിൽ 2 പ്രാവശ്യം ചാർജ് ചെയ്യേണ്ടി വരും. 5080 mAh ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇന്ത്യയിലെ ഇതുള്ളത് 5400 mAh ആണ്. ഇന്ത്യയിൽ NFC ഇല്ല, ദുബായിൽ NFC വരുന്നുണ്ട്. ബിക്കോസ് ദുബായിൽ NFC ഈസ് എ സ്റ്റാൻഡേർഡ് ഫീച്ചർ. eSIM ഇല്ല. അത് എന്തോ പറ്റിയെന്ന് എനിക്ക് അറിയില്ല. യൂഷ്വലി ദുബായ് ഡിവൈസസിൽ eSIM-ഉം അതേപോലെ NFC കൊടുക്കണം, മസ്റ്റാണ്. ബിക്കോസ് അവിടെ എല്ലാവരും ടാപ്പ് ടു മറ്റേതാണ് ചെയ്യണത്. എന്തൊക്കെ പറഞ്ഞാലും ഗംഭീര ഫോണായിട്ടാണ് എനിക്ക് ഈ ഫോൺ ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ വേറൊരു കേസ്, കുറേ പേർക്കൊരു ഡൗട്ട് വരാം, ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി വിവോ V70 കാട്ടിലും നല്ലതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി പറയും അത് മേടിക്കാൻ. നിങ്ങൾ അതേപോലെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഓപ്പോ Reno 14, അതാണ് നല്ല ക്യാമറ. അതായത് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ആണെങ്കിൽ ഉചിതം അതാണ്. ഇതെന്ന് പറയുന്നത് 35,000-ന് അത്യാവശ്യം അടിപൊളി ഫോട്ടോ എടുക്കുക. പിന്നെ 256 GB നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്കൊരു 30,000-ന് കിട്ടുകയാണെങ്കിൽ ആ പ്രൈസ് റേഞ്ചിൽ ഈ ടെലിഫോട്ടോയും പെരിസ്കോപ്പൊന്നും ഇല്ല. എല്ലാം ഒരു 200 മെഗാ-പിക്സലിൻ്റെ ഒരു ക്യാമറയും അതിൻ്റെ സെൻസർ ക്രോപ്പും മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. ഇത് ആ പ്രൈസിൽ നിങ്ങൾക്ക് പെരിസ്കോപ്പ് ലെൻസ് വെച്ച് പോർട്രേറ്റ്സ് എടുക്കുക. അതും കൺസിസ്റ്റൻസി കുറവാണ്. സ്കിൻ ടോൺ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുണ്ട്, വൈറ്റ് ബാലൻസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുണ്ട്. ചില ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് പ്രോസസ്സിങ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് ബ്ലോൺ ഔട്ടൊക്കെ ആവുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഈ ഫോട്ടോയിലൊക്കെ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കുറവാണ്. നമ്മൾ എടുക്കുന്നതിൽ കൺസിസ്റ്റൻസി ഈസ് വെരി ലെസ്. നിങ്ങൾ കാണാം, ഷർട്ടും ഇതുമായിട്ടങ്ങ് ബ്ലെൻഡായി. കണ്ട, ഇങ്ങനെയൊന്നും വരാൻ പാടില്ല. ഇതാണ് ഈ ഒരു ഫോണിൻ്റെ 2-3 പ്രശ്നം. അല്ലാത്ത പക്ഷം ദിസ് ഈസ് ആക്ച്വലി, ഞാൻ പറയും, ഇതൊക്കെ നമുക്ക് സോഫ്റ്റ്വെയറിൽ മാറ്റാൻ പറ്റും. പിന്നെ മറ്റേ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നോക്കട്ടെ, ഇതാണ് ക്ലാരിറ്റി. വീഡിയോ എടുത്തിട്ട് സൂമിൻ ചെയ്യുമ്പോൾ മറ്റേ പിക്സലാവുന്ന അതിപ്പോഴും ഉണ്ട്. ഒന്നെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് 3.5x ഇട്ടിട്ട് വീഡിയോ എടുക്കണം, അപ്പോൾ നല്ല സൂം ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ നടക്കൂല.
ആ പ്രശ്നം ഇപ്പോഴുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് മാറിയിട്ടില്ല. ഇപ്പോഴും ആ സെയിം ഇഷ്യൂ ഉണ്ട്. ഇങ്ങനെ എടുക്കാൻ കുഴപ്പമില്ല. നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് സൂമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു ഗ്രെയിനിയാണ്, ഭയങ്കര ഗ്രെയിനി ആയിട്ടാണ്, ക്ലാരിറ്റി ഇല്ല. പക്ഷെ നമ്മൾ അതേപോലെ മാറ്റിയിട്ട് നമ്മൾ 3x എടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. സൂമിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി എ സോഫ്റ്റ്വെയർ ഇഷ്യൂ. അതെന്തെങ്കിലും ചെയ്യണം. അതിപ്പോഴും ഉണ്ട് കേട്ടോ. നമുക്കെന്തായാലെങ്കിലും നമ്മൾ വന്നത് നത്തിങ് 4a പ്രോയിനെ പറ്റി കാണാനാണ്. നമുക്കത് കാണാം, നമുക്ക് ഓപ്പൺ ചെയ്യാം. വലിയ മാറ്റമൊന്നുമില്ല, മറ്റേ സാധനമൊക്കെ തന്നെ. ആകെ അതിൻ്റെ അകത്തുള്ള ഇതിൻ്റെ അകത്തൊരു കേസ് വരണുണ്ട്. പോളി കാർബണേറ്റ് ബോഡിയും ഗ്ലാസ് ബാക്കുമാണ് പറഞ്ഞത്. ഇത് ഫുൾ മെറ്റലാണ്. ലക്ഷറി, ദാറ്റ് ഇസ് നൈസ്, ഐ ലൈക്ക് ഇറ്റ്. പണ്ട് നത്തിങ്ങിൻ്റെ ഒരു ബുക്ക് പോലെ തുറക്കായിരുന്നേ. അമ്മമാരത് മാറ്റിയിടേ. അതെന്തിനാ മാറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിപ്പോൾ തന്നെ ഇങ്ങനെയാണ് എടുക്കാനുള്ളത്. മറ്റേത് ഇങ്ങനെ തുറക്കാൻ പറ്റുമായിരുന്നു, ഇങ്ങനെ ബുക്ക് പോലെ ഇങ്ങനെ തുറക്കാമായിരുന്നു. അന്ന് മാറ്റിയേ ഒരു കാര്യമില്ലായിരുന്നു. ഇതിൻ്റെ അകത്തൊരു കേസ് ഇരിപ്പുണ്ട്. ഇതാണ് ഫോൺ. മാറ്റി. നല്ല ഹെവി, ഫുൾ മെറ്റലല്ലേ, നല്ല ഹെവി. ഇത് മറ്റേത് മഞ്ഞയാവണ കേസടേ, വേറെ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഇത് ഇങ്ങനെ തുറക്കാവോ? ഇതിങ്ങനെ തുറക്കാം. ഐഫോണിൻ്റെ കേസ് പോലെ ഇരിക്കുന്ന കേസ് കൊള്ളാം. ഒരു വയർ, ഒരു സിം കുത്തി ഇളക്കുന്ന ഐറ്റം. പണ്ട് ഇവർ ട്രാൻസ്പാരൻറ്റ് മൂടുള്ള വയർ കൊടുക്കുമായിരുന്നു, ടൈപ്പ് സി ടു ടൈപ്പ് സി. ഇപ്പം അവരത് നിർത്തി. അപ്പോൾ സാരമില്ല, എല്ലാം കൊടുക്കണമെന്നൊന്നും ഇവിടെ ആയിരിക്കും നിർബന്ധമൊന്നുമില്ലല്ലേ. അപ്പം അതാണ് സാധനം. ഇത് മറ്റേ സാധാ മഞ്ഞാവണം. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു യുവർ ഫേവറേറ്റ്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഈ ഫോൺ മേടിച്ചത് നമ്മുടെ ഓക്സിജനിൽ നിന്നാണ് കേട്ടോ, ഓക്സിജൻ കൊച്ചി. അപ്പം നിങ്ങൾക്ക് ഇത് മേടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഓക്സിജനിൽ ഇപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഫൈസലിക്കാർ IT നെറ്റ് പനമ്പള്ളി നഗർ, അവിടെ നിങ്ങൾക്ക് ഞൊണ്ടി യൂസ് ചെയ്തിട്ട് ഈ സാധനം സെറ്റ് ചെയ്യാം. എന്താണെങ്കിലും കീറാൻ പോകുന്ന പേപ്പറാണ്. എന്തിനാണ് മാരി ഭാഗ്യം നേരെ വണ്ണ ഇളവിയേട്ടാ. ഓഹോ മാൻ, വാട്ട് എ ലുക്ക് മാൻ. മോനെ ഫുൾ ബോഡി മെറ്റൽ ഐറ്റം സാധനം കേട്ടാ. ഇതെന്തിനാ മാതിരി ഇത് വെച്ചേക്കണം ഇവിടെ? ഗൈസ്, ആൻറ്റിനെയൊക്കെ കൊടുത്തേക്കണ പഴയ ഐഫോണിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് കേട്ടോ. പിന്നെ ഈ പ്ലാറ്റോയും ഐഫോണിൽ നിന്നും ഉള്ള ഇൻസ്പിറേഷനാണ്. എന്ത് പറഞ്ഞാലും അവന്മാരിറക്കിയ നത്തിങ് ഫോൺ 3 കാട്ടിലും ഇതിനൊരു പേഴ്സണാലിറ്റി ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ വലിയ സാധനമല്ലേ ഇത്, മറ്റേ ആരുടെ ഡിസ്പ്ലേ ആണ്, അതിൽ ചെറുതാണ്. നത്തിങ് ഫോൺ 3 ഇതിൽ വലുതാണ്. ഇത്ര വലിയ പൊട്ട്, പഴയ ഉഷാ ഉതുപ്പില്ല പുള്ളിക്കാരി ഇടുന്ന പൊട്ടിൻ്റെ അത്ര വലിപ്പം. പിന്നെ ക്യാമറ പെരിസ്കോപ്പ് കുറച്ചും കൂടെ ബെറ്ററാണ്. ഇതിൽ 140x 10x വരെ നല്ല ഫോട്ടോ കിട്ടിയ ഭാഗ്യം. അതിൻ്റെ അപ്പുറം ഖുദാ ഗവയാണ്, കിട്ടി പോയാൽ പോയി, ആ പരിപാടിയാണ്. പിന്നെ കിടിലൻ ലുക്ക്, ഫുൾ മെറ്റലാണ്, ഫുൾ മെറ്റൽ ബോഡിയാണ്. ഈ എങ്ങനെയാണ് ഫുൾ മെറ്റലും പ്ലാസ്റ്റിക്കും തമ്മിൽ ഡിഫറൻസ് എങ്ങനെ മനസ്സിലാക്കാം? ഈ വരയൊക്കെ കണ്ട ഇതിന് ആൻറ്റിന എന്ന് വിളിക്കും. ഈ വരകൾ, ഓക്കെ, ഈ വരകൾ പ്ലാസ്റ്റിക്കാണ് ബൈ ദ വേ. ഫുൾ പ്ലാസ്റ്റിക് ബോഡിയിൽ ആ വര കാണൂല. ഈ മെറ്റൽ ഇടുന്ന സമയത്ത് മെറ്റലിൽ നമുക്ക് അകത്ത് ഈ പറയുന്ന ആൻറ്റിന വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ ബോഡി, അതായത് ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. ഈ വര പോലെ ഇരിക്കുന്ന സാധനങ്ങൾ, അതാണ് നമ്മുടെ ആൻറ്റിന, നമ്മൾ വിളിക്കണ നെറ്റ്വർക്കിനൊക്കെ യൂസ് ചെയ്യണ സാധനം. സോ അതാണ് അതിൻ്റെ ഡിഫറൻസ്. പ്ലാസ്റ്റിക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്, പ്ലാസ്റ്റിക് ബോഡിയാണോ മെറ്റൽ ബോഡിയാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള ഡിഫറൻസ് അതാണ്. അപ്പോൾ എന്താണെങ്കിലും ഫുൾ ബോഡി മെറ്റലും ബാക്കും മെറ്റലും, സോളിഡ് ബിൽഡ് ക്വാളിറ്റി, കിടിലം ഇൻ ഹാൻഡ് ഫീല്, വാട്ട് എ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഇത് എത്ര കിലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഹേ ഗൂഗിൾ, ഹേ ജെമിനി, ആരും ഇല്ലേടാ ഇവിടെ. എന്നാ പിന്നെ ഞാൻ ഡിസർച്ച് ചെയ്തോളാം. നത്തിങ് ഫോൺ 4a. നത്തിങ് ഫോൺ 4a പ്രോയിൽ വെയിറ്റ് 210 ഗ്രാം. 210 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷനാണ്. ഇതും സെയിം ആണ്. അലൂമിനിയം ഫ്രെയിം, അലൂമിനിയം ബാക്ക്. ഇതിൻ്റെ അകത്ത് eSIM സപ്പോർട്ട് ഉണ്ടെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, അത് ഓൺ ചെയ്യുമ്പോൾ മനസ്സിലാവും. IP65 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ്, എയർക്രാഫ്റ്റ് ഗ്രേഡഡ് അലൂമിനിയം യൂണി ബോഡി. കിട്ടില്ല. ദിസ് ഈസ് മോസ്റ്റ് ഗുഡ് ലുക്കിംഗ് നത്തിങ് ഫോൺ എവർ റിലീസ്ഡ് എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ആമുലേറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, ഇത് 120 ഹെർട്സേ ഉള്ളൂ. 1160 ഹെർട്സിന്റെ PWM ഡിമ്മിങ്, HDR10+,
800 നിറ്റ്സിൻ്റെ സാധാ ബ്രൈറ്റ്നസ്, 1600 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ്, അതായത് ഈ വെയിലത്തൊക്കെ ഇറങ്ങുമ്പം ഇതിലോട്ട് ലൈറ്റ് വീണ് കഴിഞ്ഞാൽ 1600 നിറ്റ്സ് വരെ ബ്രൈറ്റ്നസ് കൂടുമെന്നാണ് പറയുന്നത്. അത് വിസിബിലിറ്റി നല്ലതായിരിക്കും. 5000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 7 ഐ പ്രൊട്ടക്ഷൻ, അൾട്രാ HDR ഇമേജ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ടില്ല, മിക്കവാറും ഇതിലും കാണൂല. അതെന്തോ കാശ് കൊടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. പ്രൈമിലും യൂട്യൂബിലും HDR സപ്പോർട്ടുണ്ട്. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് വരുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 4 ചിപ്സെറ്റാണ് ഇരിക്കുന്നത്. അത് തന്നെയാണ് വിവോ V70 ഇരിക്കുന്നത്, കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഓപ്പോ Reno 14 ഉള്ളത്. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രൈസ് റേഞ്ച്. ഇത് 40,000 രൂപ എന്തോ ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ്. 128 GB ദൈവത്തിന് ഓർത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40,000 അവിടെ വേറൊരു പ്രശ്നമാണ്, വേറെ ഫോണുകളുണ്ട്, മനസ്സിലായില്ലേ? ഇതിൽ പക്ഷേ ക്യാമറ സെൻട്രിക് ഫോൺ എന്ന് പറയുമ്പം അവിടെ കോമ്പറ്റീഷൻ ഇത്തിരി ഹൈ ആണ്. ഈ ലുക്ക് വേറെ ഒരു ഫോണിന് കിട്ടൂല. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഇത് ബെറ്റർ ആയിരിക്കും. പിന്നെ എന്തൊരു കാർഡ് സ്ലോട്ടില്ല, 128 GB UFS 3.1 ആണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ സെൻസർ, f1.9 ആണ് അപ്പർച്ചർ സൈസ്. പിന്നെ നമുക്ക് സെൻസർ സൈസ് അപ്പർച്ചർ സൈസ് 1.9 സെൻസർ സൈസ് 1:1.56 ഇഞ്ചസിൻ്റെ സെൻസറുമാണ് വരുന്നത്. ഡ്യുവൽ പിക്സൽ OIS സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വേസ്റ്റും 3.5x ഒപ്റ്റിക്കൽ, അതിലും OIS ആണ് വരുന്നത്. 1:2.75 ഇഞ്ചസിൻ്റെ പെരിസ്കോപ്പ് ലെൻസാണ് വരുന്നത്. f2.9 അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം. പിന്നെ നമുക്ക് 4K 30 FPS സപ്പോർട്ട് ഈ ഫോണിലും ഉള്ളൂ. സപ്പോർട്ട് ചെയ്യൂലേ 60 FPS? എന്തോ. പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സൽ, എഗെയിൻ അവിടെയും ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് നെഗി ഹേ. സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്. ഹെഡ്ഫോൺസ് ജാക്ക് ഇല്ല. NFC ഉണ്ട്. USB സ്റ്റാൻഡേർഡ് 2.0, മറ്റേ ഈ ഫാസ്റ്റ് ആയിട്ടുള്ള USB സ്റ്റാൻഡേർഡ് അല്ല. പിന്നെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, സെയിം ലൈക്ക് ദിസ് ഫോൺ. വലിയ മാറ്റമില്ല. ഇന്ത്യയിൽ എഗെയിൻ 5400 mAh ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഇതും ഇന്ത്യയിൽ 5400, പുറത്തുള്ള രാജ്യങ്ങളിൽ 5080 mAh ആണ് പറഞ്ഞത്. അതായത് എൻ്റെ ഈ ഫോൺ 5080 ആണ്. ഇത് ദുബായിൽ നിന്ന് മേടിച്ചുകൊണ്ട്, ഇത് ഇന്ത്യയിൽ നിന്ന് മേടിച്ചതുകൊണ്ട് ഇതിൽ 5400 mAh ആണുള്ളത്. 50 വാട്ടിൻ്റെ വയർഡ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്, വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇല്ല. എന്തിനാണ് കൊടുക്കായിരുന്നു? റിവേഴ്സ് വയർഡ് ചാർജിങ് ഉണ്ട്, ഒരു കാര്യമില്ല. അത് 5400 mAh ഫോണിന് കൊള്ളാം. പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക്, സിൽവർ, പിങ്ക്. ഇതിൻ്റെ ഇരിക്കുന്ന സിൽവറാണ്. ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളറുണ്ട്, മുട്ടൻ ലുക്കാണ്. എടുക്കുകയാണെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ഇതെടുക്കുക. പിങ്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അതൊക്കെയാണ് ഈ സാധനത്തിൽ എഴുതിയിരിക്കുന്ന സ്പെക്സ്. നമുക്ക് എല്ലാ രീതിയിലുള്ള 5G ബാൻഡ്സ് വരുന്നുണ്ട്. ഇൻ്റർനാഷണലിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ എല്ലാ 5G 4G ബാൻഡ്സ് വരുന്നുണ്ട്. LTE സപ്പോർട്ട്, 5G സപ്പോർട്ട് എല്ലാം ഉണ്ട്. സൗണ്ട് സപ്പോർട്ട് വേറെ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ. ഇനിയുള്ളത് നമുക്കൊന്ന് യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു പ്രോപ്പർ പരിപാടി ഞാൻ നിങ്ങൾക്ക് തരാം. മുട്ടാൻ ലുക്ക് ഫോണെന്ന് പറഞ്ഞാൽ അതിഗംഭീര ലുക്ക്. ഈ ഒരു സാധനം വേണ്ടായിരുന്നു കേട്ടോ. ഇത് മറ്റേതാണ്, ഇത് മസ്റ്റായിട്ടും കൊടുക്കണം. അത് ഇവിടെ ഈ സൈഡിലുള്ള അത് വേണ്ടായിരുന്നു. അത് ഓവറോൾ എൻ്റെ ലുക്ക് എന്തോ പോലെ ആയിപ്പോയി. നമ്മുടെ CMFൻ്റെ മറ്റേ ആ സാധനമാണ്, അതിൻ്റെ ഒരു ഇൻസ്പിറേഷനിലാണ് അവർ ഈ ഉണ്ട ഇവിടെ കൊടുത്തേക്കണത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഫോൺ. പിന്നെ മറ്റേ എസെൻഷ്യൽ ബട്ടൺ ഇങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. ഫുൾ മെറ്റാലിക് ബട്ടൺസ് ആണ് ഇതിലും വരുന്നത്. കിടിലം ഫോൺ, നല്ല സോളിഡ് ബിൽഡ് ക്വാളിറ്റി. ഇല്ലല്ലേ, ഇവിടെ ഒന്നും വരില്ലല്ലേ. ഇവിടെ നത്തിങ് എന്ന് വന്ന് ഇവിടെ ലൈറ്റ് അകത്ത് കയറി കത്തിക്കുന്നതായിരിക്കും. എന്തിനാണെങ്കിലും കിടിലം ഫോൺ ഓണായി. ബാക്കി കാര്യം ഞാൻ പിന്നെ പറയാം. ശരി.